2024 മാർച്ച് എക്സാമിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദി എലമെൻറ്റ് വിത്ത് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p3 ബിലോങ് ടു വിച്ച് ബ്ലോക്ക് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. 3s2 3p3 എന്ന ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള എലിമെൻറ്റ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏത് ബ്ലോക്കിൽ വരുന്നത് ആണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ എന്തായിരുന്നു? 3s2 3p3. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? പി സബ്ഷെല്ലിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇത് ഏത് ബ്ലോക്കിലെ എലമെൻ്റാണ്? പി ബ്ലോക്കിലെ എലമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്കിലും നമുക്ക് ഇതിൻ്റെ ഗ്രൂപ്പും പീരീഡും കൂടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പി ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള റൂൾ എന്താണ്? 10+ വാലൻസ് ഇലക്ട്രോൺ എന്നാണ് ഇതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിനുള്ള റൂള്. അപ്പോൾ നമുക്ക് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. ഇവിടെ ലാസ്റ്റ് ഷെല്ല്, വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഷെല്ലിൽ ഫുൾ ഇലക്ട്രോൺസ് എടുക്കണം. എസ്സിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, പിയിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 10+5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 15 ആണ് ഏതാണ്? ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ പി ബ്ലോക്കിൻ്റെ മാത്രമാണ് കേട്ടോ ഈ റൂള് 10+ വാലൻസ് ഇലക്ട്രോൺ എന്നുള്ളത്. ഇനി പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിൽ എത്ര ഷെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്? ലാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഷെല്ല് ഏതാണ്? 3ാമത്തെ ഷെല്ലാണ്, 3rd ഷെല്ലാണ്. 3 ഷെല്ലാണ് ഈ എലിമെൻറ്റിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് പീരീഡ് നമ്പർ. ദി ഷെൽസ് യൂസ്ഡ്. അപ്പോൾ ദി ഷെൽ ലാസ്റ്റ് യൂസ്ഡ്. അപ്പോൾ അതെത്രയാണ്? 3 ഷെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ എലമെൻ്റ് ഏത് പീരീഡിൽ വരും? 3rd പീരീഡിൽ വരും. അപ്പോൾ പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. പി ബ്ലോക്കിൻ്റെ മാത്രം റൂളാണ് 10+ വാലൻസ് ഇലക്ട്രോൺ എന്നുള്ളത് കേട്ടോ.